വാർത്തകളിലേക്ക്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു. അമേരിക്കയിൽ നിന്ന് റാണയുമായുള്ള പ്രത്യേക വിമാനം ഡൽഹിയിലെത്തി. വിവരങ്ങളുമായി വൃന്ദ ഗോവിന്ദ് ചേരുന്നു. വൃന്ദ, എന്താണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ? അല്പസമയത്തിന് മുൻപാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. കനത്ത സുരക്ഷയുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് തഹാവൂർ റാണയെ എത്തിച്ചത്. പാലം വ്യോമതാവളത്തിലേക്കാണ് തഹാവൂർ റാണയെ എത്തിച്ചത്. NIA ആസ്ഥാനത്തേക്കാണ് ഇതിനുശേഷം മാറ്റുക. കനത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് പ്രത്യേകം സജ്ജമാക്കിയ വിമാനത്തിൽ തഹാവൂർ റാണയെ ഇവിടേക്ക് എത്തിച്ചത്. BSFന്റെ സുരക്ഷ അടക്കമുള്ള വലിയ രീതിയിലുള്ള കനത്ത സുരക്ഷ ഈ NIA ആസ്ഥാനത്തടക്കം തന്നെ വലിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതീവ രഹസ്യമായിട്ടാണ് ഈ റാണയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുകൊണ്ട് എപ്പോഴാണ് എത്തിയത്, എവിടേക്കാണ് മാറ്റുക എന്നുള്ള കാര്യത്തിലടക്കം തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർ വലിയ രീതിയിലുള്ള അതീവ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് എന്നാണ് പറയാനുള്ളത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കനത്ത സുരക്ഷയിൽ US-ൽ നിന്ന് തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചു. ശേഷം ഈ NIA IG DIG റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ സംഘം റാണയെ കൊണ്ടുവന്നത്. റാണയുടെ ഇനി നിലവിൽ നടത്താനുള്ളത് റാണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. അയാളുടെ ആരോഗ്യനില തൃപ്തികരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുക, ചോദ്യം ചെയ്യൽ, അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇനി NIA മുന്നിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ 12 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് നിലവിൽ റാണയെ ചോദ്യം ചെയ്യുക. പിന്നീട് ഓൺലൈനായിട്ടാണ് കോടതിയിൽ ഹാജരാക്കുക എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ നീക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേരിട്ട് ഹാജരാക്കുന്നതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉള്ളതുകൊണ്ട് അത്തരത്തിൽ ഓൺലൈനായിട്ടായിരിക്കണം ഒരു പക്ഷേ റാണയെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കുമോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ നിലവിൽ ഓൺലൈനായിട്ടായിരിക്കും ഈ തഹാവൂർ റാണയെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേരത്തെയാണെങ്കിൽ പാട്യാല ഹൗസ് കോടതിയിലാണ് എത്തിക്കേണ്ടിയിരുന്നത്. ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ സംബന്ധിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടായിരിക്കും ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും 10 ദിവസമെങ്കിലും NIA കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അടക്കം തന്നെ. ഈ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ തഹാവൂർ റാണയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഈ തഹാവൂർ റാണ എങ്ങനെയാണ് ഈ കേസിൽ ഇടപെടുന്നത്, ഏജന്റായിട്ട് എത്തരത്തിലാണ് നിലകൊള്ളുന്നത്, ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് ഹെഡ്ലിക്ക് നിലവിൽ നൽകിക്കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ ചോദ്യം ചെയ്യലിൽ ഇതെല്ലാം തന്നെ നിർണായകമായിട്ടുള്ള തെളിവുകളായിട്ട് തന്നെ ലഭിക്കും എന്നാണ് NIA സംഘം അടക്കം തന്നെ കരുതുന്നത്. ഇത്തരത്തിൽ ഈ ഹെഡ്ലിയെ ഇന്ത്യയിൽ വരാനുള്ള പാസ്പോർട്ട് അടക്കം തന്നെ നൽകുന്നു, പാസ്പോർട്ട് അടക്കം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള കാരണങ്ങളെല്ലാം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് റാണയ്ക്ക് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട് എന്നുള്ളതെല്ലാം തന്നെ NIA സംഘം നേരത്തെ തന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. ഈ നിരന്തരം ഹെഡ്ലിയും റാണയും തമ്മിലുള്ള ഫോൺ കോളുകൾ അടക്കം തന്നെ റെക്കോർഡുകൾ അടക്കം തന്നെ ഉണ്ട്, ഡിജിറ്റൽ തെളിവുകൾ അടക്കം തന്നെ NIA കയ്യിലുണ്ട്. ഇതെല്ലാം തന്നെ ഈ സാഹചര്യ തെളിവുകളടക്കം തന്നെ സംബന്ധിച്ചുകൊണ്ടായിരിക്കും ഈ കേസുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ തയ്യാറാകുന്നത്. 200-ൽ പരം കോളുകൾ അടക്കം തന്നെ നേരത്തെ റാണയും ഹെഡ്ലിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കം തന്നെ ഈ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ തെളിവുകളായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഭീകരരെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ റാണയുടെ തെളിവ് ശേഖരിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ ഏജൻസികളുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ നീക്കങ്ങളും അതോടൊപ്പം നേരിട്ടറിയാവുന്ന തഹാവൂർ റാണയിൽ നിന്ന് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങളടക്കം തന്നെ നൽകുന്നത്. ഇനി വരുന്ന മണിക്കൂറുകളെല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച്, അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ച്, NIA സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഏറ്റവും ഒടുവിൽ പുറത്തുവിടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പാകിസ്ഥാൻ വംശജനാണ് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിൽ ഇപ്പോൾ പാകിസ്ഥാൻ വംശജനാണ് എന്നുള്ള കാര്യം പാകിസ്ഥാൻ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നും പറയേണ്ടതുണ്ട്. തഹാവൂർ റാണ കനേഡിയൻ പൗരനാണ് എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത്. റാണയെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വിദേശകാര്യ വക്താവാണ് ഇത്തരത്തിൽ റാണ കനേഡിയൻ പൗരനാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്കെല്ലാം തന്നെ എത്തുന്നത്. റാണയെ
പല രീതിയിൽ നിന്നും ഒഴിവാക്കാനുള്ള ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒഴിവാകുന്ന ഒരു മട്ടിലേക്കാണ് കാര്യങ്ങളുടെ എല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കേസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ആഡംബര ഹോട്ടലുകൾ, റെയിൽവേ സ്റ്റേഷൻ, മുംബൈയിലെ ഒരു ജൂത കേന്ദ്രം എന്നിവിടങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ തുടർന്നാണ് ഇത്തരത്തിൽ റാണയെ ഇവിടേക്ക് എത്തിക്കുന്നതിനുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ എത്തുന്നത്. 166ഓളം പേർ, മലയാളികളടക്കം കുഞ്ഞുകുട്ടികളടക്കം തന്നെ കൊല്ലപ്പെട്ട ഈ ഒരു കേസിലേക്ക് ഏറ്റവും ഒടുവിൽ അതിൻ്റെ എല്ലാം ഫലമായി നിരന്തരമായിട്ടുള്ള ഈ നിയമ പോരാട്ടങ്ങളുടെ ഒടുവിലെല്ലാം തന്നെ റാണ ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി പറയേണ്ടത്. 2011 തഹവൂർ റാണ ഭീകരാക്രമണത്തിൽ കുറ്റക്കാരനാണ് എന്നതടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അറസ്റ്റിലായതിനു ശേഷം ഈ ലോസ് ആഞ്ചലസിലെ ജയിലിൽ കിടക്കുന്ന സമയത്തിലടക്കം തന്നെ ഇന്ത്യ പലതവണ നിയമ പോരാട്ടവുമായി റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. പല രീതിയിലുള്ള ഹർജികളും അതോടൊപ്പം തന്നെ അപ്പീലുകളും അപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തന്നെ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യരുത്, ഇന്ത്യയിലെത്തിയാൽ താൻ നിരന്തരമായി പീഡിപ്പിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കൈമാറരുത് എന്നടക്കം കാണിച്ചുകൊണ്ട് പല രീതിയിലുള്ള ഹർജികളും അപ്പീലുകളും എല്ലാം തന്നെ നൽകുന്നു. വിവിധ സുപ്രീം കോടതികളിൽ അടക്കം തന്നെ നൽകുമ്പോൾ അതെല്ലാം തന്നെ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിലായി റാണയെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നെ ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നെ ആസ്ഥാനത്തെത്തിയാൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടാവും. അതോടൊപ്പം തന്നെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷമാണ് കോടതിയിലേക്ക് എപ്പോൾ എത്തിക്കും, കോടതിയിൽ ഹാജരാക്കും. ഓൺലൈനായിട്ടായിരിക്കും ഒരു പക്ഷേ കോടതിയിൽ ഹാജരാക്കുക. ഇത് ഈ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഓൺലൈനായിട്ട് റാണയെ കോടതിയിൽ എത്തിക്കുക തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ ഈ റാണയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനാകും എന്നാണ് കാളിദാസ് അറിയാൻ സാധിക്കുന്നത്. ശരി വൃന്ദ, മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയെ ഡൽഹിയിൽ എത്തിച്ച പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് ദില്ലി. നിരവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. NIA ആസ്ഥാനത്തേക്ക് എത്തിക്കുമോ, അതിനുശേഷം ചോദ്യം ചെയ്യലുണ്ടാകും. DG അടക്കമുള്ള 12 അംഗ സംഘമായിരിക്കും NIA സംഘം തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇനിയും വ്യക്തത വരാനുണ്ട് കുറേ അധികം വിവരങ്ങളിൽ. വൃന്ദ ഗോവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.